നമസ്കാരം. പ്രധാന വാർത്തകൾ. നെടുമങ്ങാട് മാർക്കറ്റിൽ കൊലപാതകം. യുവാവിനെ കുത്തിക്കൊന്നു. മരിച്ചത് അഴീക്കോട് സ്വദേശി അഷീർ. കൊലപാതക കാരണം ബാറിൽ മദ്യപിച്ച ശേഷമുണ്ടായ തർക്കം. തലസ്ഥാനത്ത് അതീവ ജാഗ്രത. തിരുവനന്തപുരത്ത് റെഡ് സോൺ പ്രഖ്യാപിച്ചു. വിമാനത്താവളത്തിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ ഡ്രോൺ പറത്താൻ പാടില്ല. മറ്റു പ്രധാന കേന്ദ്രങ്ങളിലും ജാഗ്രത. വടകരയിൽ കാറും ട്രാവലറും കൂട്ടിയിടിച്ച് 4 മരണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. മരിച്ചത് 3 സ്ത്രീകളും 1 പുരുഷനും. കോട്ടയത്ത് കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കൊല്ലം കോട്ടാത്തലയിൽ തെരുവുനായ ആക്രമണം. യുവതിക്കും 7 മാസം പ്രായമായ കുട്ടിക്കും പരിക്ക്. നെടുമ്പാശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. പിടികൂടിയത് അങ്കമാലിയിൽ നിന്ന് കാക്കനാട്ടേക്ക് കൊണ്ടുപോയ 15 കിലോ കഞ്ചാവ്. ഇതര സംസ്ഥാനക്കാരായ 2 പേർ പിടിയിൽ. സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തും. 27-ാം തീയതി മഴക്കാലം തുടങ്ങാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഒറ്റപ്പെട്ട വേനൽ മഴ തുടരും. ഇന്നും നാളെയും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. വിശദമായി നോക്കാം. നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ യുവാവ് കുത്തേറ്റ് മരിച്ചു. അഴീക്കോട് സ്വദേശി ആഷിറാണ് കുത്തേറ്റ് മരിച്ചത്. ബാറിൽ മദ്യപിച്ച ശേഷം സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. ആഷിറിന്റെ സുഹൃത്തായ നിസാറാണ് കുത്തിയത്. 2 പേരും നെടുമങ്ങാട് അന്താരാഷ്ട്ര മാർക്കറ്റിലെ തൊഴിലാളികളാണ്. അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, വിശദാംശങ്ങൾ. ഇന്ന് വൈകിട്ടോടുകൂടിയായിരുന്നു സംഭവം. രാത്രി 8 മണിയോടുകൂടി ഈ പറയുന്ന അന്താരാഷ്ട്ര മാർക്കറ്റിന് സമീപത്തുള്ള ബാറിൽ എത്തിയതായിരുന്നു സുഹൃത്തുക്കൾ കൂടിയായ ഈ ഇരുവരും. അവിടെ വെച്ച് മദ്യപത്തിന് ശേഷം ഉണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലേക്കും തുടർന്ന് കത്തിക്കുത്തിലേക്ക് കലാശിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ പറയുന്ന അഷീർ മരണത്തിന് കീഴടങ്ങി. കുത്തേറ്റ ഇദ്ദേഹത്തെ ഈ പറയുന്ന നെടുമങ്ങാട് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മോർച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മൃതദേഹം. ഇയാളുടെ സുഹൃത്തായ അഷീർ നിസാറിന് വേണ്ടി പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഭവ്യ, എന്തായാലും വരും മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് പോലീസ് നമ്മളോട് പറയുന്നത്. നവ്യ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. ആന്റണിക്കെതിരെ പരോക്ഷ വിമർശനവുമായി കെ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സഹകാരികളെ വഞ്ചിച്ച് പാർട്ടിയുടെ സഹകരണ സ്ഥാപനം കട്ടുമുടിച്ചെന്ന ആരോപണം കേൾക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് പോസ്റ്റിലെ ഉളിയമ്പ്. വട്ടിയൂർക്കാവിലും നേമത്തും വടകരയിലും തൃശൂരിലും പോരാട്ടത്തിനിറങ്ങിയത് അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല. ആന്റണിയുടെ വിമർശനത്തിനാണ് FB പോസ്റ്റിലൂടെ കെ മുരളീധരന്റെ മറുപടി. തലസ്ഥാനത്തും അതീവ ജാഗ്രത. തിരുവനന്തപുരത്ത് റെഡ് സോൺ പ്രഖ്യാപിച്ചു. വിമാനത്താവളത്തിന്റെ 3 കിലോമീറ്റർ പരിധിയിൽ ഡ്രോൺ പറത്താൻ പാടില്ല. ക്ലിഫ് ഹൌസ്, പ്രതിപക്ഷ നേതാവിന്റെ വസതി, മന്ത്രിമാരുടെ വസതി, സെക്രട്ടേറിയറ്റ്, രാജ്ഭവൻ, വിഴിഞ്ഞം തുറമുഖം, BSCC, ആക്കുളം വ്യോമസേന ആസ്ഥാനം, പോലീസ് ആസ്ഥാനം, റിസർവ് ബാങ്ക്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ടെക്നോ പാർക്ക്, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലൂടെ 2 കിലോമീറ്റർ ചുറ്റളവിലും ഡ്രോൺ പറത്തുന്നത് നിരോധിച്ചു. വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം എർട്ടിഗ കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരായ 4 പേർ മരിച്ചു. ന്യൂ മാഹി സ്വദേശി പ്രഭാകരന്റെ ഭാര്യ റോജ, മാഹി സ്വദേശി പുന്നൂൽ രവീന്ദ്രന്റെ ഭാര്യ ജയവല്ലി, അഴിയൂർ പാറമ്പൽ രാജീവിന്റെ ഭാര്യ രഞ്ജി, മാഹി സ്വദേശി ഷിഗിൻ ലാൽ എന്നിവരാണ് മരിച്ചത്. കോട്ടയം ഏറ്റുമാനൂരിൽ കാറും മിനി ലോറിയും ഇടിച്ച് യുവാവ് മരിച്ചു. ഏറ്റുമാനൂർ ക്ലാമറ്റം സ്വദേശി മല്ലികത്തോട്ടത്തിൽ മജു ജോണിയാണ് മരിച്ചത്. കാറിലുണ്ടായിരുന്ന 2 പേരെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 1 മണിയോടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് മുൻപിലായിരുന്നു അപകടം. കൊല്ലത്ത് തെരുവുനായ ആക്രമണത്തിൽ യുവതിക്കും 7 മാസം പ്രായമായ കുട്ടിക്കും പരിക്ക്. കൊട്ടാരക്കര കോട്ടാത്തല പുലിവില പുത്തൻവീട്ടിൽ അമൃത മുരളിക്കും കുഞ്ഞിനുമാണ് പരിക്കേറ്റത്. കുട്ടിയുടെ ഇടതുകാലിലെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. കുഞ്ഞുമായി വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന അമൃതയുടെ നേർക്ക് റോഡിലൂടെ പോയ തെരുവുനായകൾ പാഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്നതിനിടെയാണ് അമൃതയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റത്.
മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ഇതോടെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 18 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. നിപ ബാധിച്ച് ചികിത്സയിലുള്ള രോഗി ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഹൈറിസ്ക് പട്ടികയിലുള്ള 10 പേർക്ക് പ്രോഫിലാക്സിസ് ചികിത്സ നൽകി വരികയാണ്. ഫീവർ സർവൈലൻസിന്റെ ഭാഗമായി ഇന്ന് 2087 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നഷ്ടമായ സ്വർണം തിരികെ കിട്ടി. ക്ഷേത്രത്തിനുള്ളിലെ മണൽ പരപ്പിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. 13 പവന്റെ സ്വർണ്ണ കമ്പിയാണ് നേരത്തെ നഷ്ടമായത്. ക്ഷേത്ര പരിസരത്ത് പോലീസ് നടത്തിയ തിരച്ചിലിലായിരുന്നു സ്വർണം കണ്ടെത്തിയത്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രവളപ്പിലെ തന്നെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടമായത്. അസിസ്റ്റന്റ് മുതൽപ്പടി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പോലീസ് മൊഴി ശേഖരിക്കുകയും ചെയ്തിരുന്നു. അസിസ്റ്റന്റ് മുതൽപ്പടി ലോക്കറിൽ നിന്ന് പെട്ടിയിലുള്ള സ്വർണം കൊണ്ടുവരികയും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്താൽ തൂക്കം ഉറപ്പാക്കുകയുമാണ് ചെയ്യുന്നത്. പെട്ടിക്കുള്ളിൽ മറ്റൊരു സഞ്ചിയിലാണ് സ്വർണം സൂക്ഷിക്കുന്നത്. സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് കണ്ടെത്തിയ ദിവസം ലോക്കറിൽ വെച്ച് തന്നെ പെട്ടി തുറന്ന് സഞ്ചിയുമായി വരികയായിരുന്നു എന്ന മൊഴിയാണ് നൽകിയത്. സ്വർണം കൊണ്ടുവരുമ്പോൾ അസിസ്റ്റന്റ് മുതൽപ്പടിയും പോലീസ് ഗാർഡും തമ്മിൽ അകലം ഉണ്ടാവുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സഞ്ചിയിൽ കൊണ്ടുവരുമ്പോൾ മണലിൽ വീണു എന്നാണ് നിഗമനമെങ്കിലും മറ്റു സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നു. പോലീസ് ആ സ്ട്രോങ് റൂമിൽ വെക്കുന്ന അവിടെ ഒരു വീഴ്ച അങ്ങനെ അവിടെ ഉണ്ടായിട്ടില്ല. ദാറ്റ് സ്ട്രോങ് റൂം വാസ് സേഫ്. അവിടെ വെക്കുന്ന സാധനങ്ങൾ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ദെയർ വാസ് നോ ഫോഴ്സ്ഫുൾ എൻട്രി. ദെൻ ഇൻ അവർ ഇൻവെസ്റ്റിഗേഷൻ വി കുഡ് നോട്ട് ഫൈൻഡ് എനിത്തിങ് വിച്ച് ഇസ് സ്റ്റോളൻ ഫ്രം അപ്പാർട്ട് ഫ്രം ദിസ് സ്റ്റിക്ക് ഫ്രം ദാറ്റ് സ്ട്രോങ് റൂം. അതിനുശേഷം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ സമയത്ത് വി വർ ഡൗട്ട്ഫുൾ ദാറ്റ് ഇറ്റ് വാസ് മിസ്പ്ലേസ്ഡ് വൈൽ പുട്ടിംഗ് ഇൻസൈഡ് ദ സ്ട്രോങ് റൂം ഓർ വൈൽ ടേക്കിംഗ് ആഫ്റ്റർ ഫ്രം ദ സ്ട്രോങ് റൂം ഫ്രം ദ 10th. So അതിന്റെ സെർച്ച് സമയത്ത് വി ഹാവ് യൂസ്ഡ് മാനുവൽ സെർച്ച് മെത്തേഡ് ഇൻ ദ പ്രിമൈസസ് വെയർ ദാറ്റ് റോഡ് വാസ് ടു ബി കെപ്റ്റ്. അതിന്റെ കൂടെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചു. അതേ സമയത്ത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മാനുവൽ സെർച്ച് സമയത്ത് നമുക്ക് ആ സാധനങ്ങൾ കിട്ടി. CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും തുടർച്ചയായ ദിവസങ്ങളിൽ നടന്നു. പുറത്തുനിന്നുള്ള ആരും സ്വർണമെടുക്കാൻ ഇടയില്ല എന്നത് ഉറപ്പാക്കിയാണ് അന്വേഷണം പുരോഗമിച്ചത്. ക്ഷേത്രത്തിൽ നിന്ന് നേരത്തെയും സ്വർണം നഷ്ടപ്പെട്ടിട്ടുള്ളതായി പരാതി ഉയർന്നിരുന്നു. ഹൈക്കോടതിയിലടക്കം കേസുകൾ ഉണ്ടാവുകയും ചെയ്തു. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവന അക്കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാസർകോട് വെള്ളരിക്കുണ്ടിൽ രക്തസ്രാവം മൂലം മരിച്ച 16-കാരി ഗർഭിണിയെന്ന് പോലീസ്. സംഭവത്തിൽ +1 വിദ്യാർത്ഥിക്കായി പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചു. ഗർഭം അലസിപ്പിക്കുന്നതിനായി കുട്ടിക്ക് അശാസ്ത്രീയമായി മരുന്ന് നൽകിയതായും രക്തസ്രാവമുണ്ടായി മരിച്ചതായുമാണ് പ്രാഥമിക വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വെള്ളരിക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരിയിൽ 24 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 4 പേർ പോലീസ് പിടിയിലായി. ഇന്നലെ രാത്രി 12 മണിയോടെ അത്താണി കവലയിൽ നിന്നും ഡാൻസ് ഓഫ് സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. അങ്കമാലിയിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കാക്കനാട്ടേക്ക് കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പോലീസ് പിടികൂടിയത്. സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ് ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഫയർഫോഴ്സ് എത്തി പമ്പ് മുറിച്ചാണ് കഞ്ചാവ് പുറത്തെടുത്തത്. ബംഗാൾ സ്വദേശികളായ പ്രതികൾ മുർഷിദാബാദിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. പത്തനംതിട്ട കോന്നി കുളത്തുമണ്ണിൽ ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞു. കുളത്തുമൺ ക്ഷേത്രത്തിന് സമീപമുള്ള കൈത കൃഷിത്തോട്ടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗിൽ നിന്നാണ് ആനയ്ക്ക് ഷോക്കേറ്റത്. 20 വയസ്സ് പ്രായമുള്ള കൊമ്പനാനയാണ് ചരിഞ്ഞത്. ആനശല്യം രൂക്ഷമായ പ്രദേശമാണ് കലഞ്ഞൂർ പഞ്ചായത്തിലെ കുളത്തുമൺ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് നിരവധി പേരുടെ കൃഷി കാട്ടാന നശിപ്പിച്ചിരുന്നു. കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ മെയ് 15-നകം പൂർണ്ണ സജ്ജമാകും. സാങ്കേതിക തലത്തിലുള്ള അനുമതികൾ മാത്രമാണിനി സെന്ററിന് ആവശ്യമുള്ളൂവെന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എറണാകുളം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. പൊതുജനാരോഗ്യ രംഗത്ത് മധ്യകേരളത്തിന്റെ മുഖമായി മാറാൻ ഒരുങ്ങുകയാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്റർ. ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ സിവിൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ജോലികൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേതുൾപ്പെടെയുള്ള ഏതാനും അനുമതികൾ കൂടി മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, സമീപ ജില്ലകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ചികിത്സാ രംഗത്തും ക്യാൻസർ ഗവേഷണ രംഗത്തും അതോടൊപ്പം തന്നെ ചികിത്സയിൽ ടെറിഷറി കെയർ സംബന്ധിച്ചും ഒരു വലിയ വികസന സ്വപ്നം അത് നമ്മൾ സാക്ഷാത്കരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ആശുപത്രിയിലേക്ക് വേണ്ട മെഡിക്കൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന ജോലിയും അവസാനത്തിലെത്തി.
സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററുകൾ കൂടി ഉടൻ സജ്ജമാക്കും. 283 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകൾ അപകടാവസ്ഥയിൽ. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് പുത്തൻനടയിൽ നിർമ്മിച്ച വീടുകളാണ് അപകടസ്ഥിതിയിൽ ആയതോടെ താമസക്കാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്നത്. 2011 മാർച്ചിൽ സുനാമി ഫണ്ട് ഉപയോഗിച്ച് 94 വീടുകളാണ് അഞ്ചുതെങ്ങിൽ നിർമ്മിച്ചത്. 2 മുറികൾ, വരാന്ത, അടുക്കള എന്നീ സൗകര്യങ്ങളുണ്ടായിരുന്നു. 2007 സെപ്റ്റംബറിലുണ്ടായ തീപിടുത്തത്തിലും തുടർന്നുണ്ടായ കാലവർഷത്തിലും വീടുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം മുന്നിൽ കണ്ടായിരുന്നു പദ്ധതി നടപ്പിലാക്കിയത്. നിലവിൽ കോൺക്രീറ്റ് പാളികൾ ഇളകി വീണ വീടുകളുടെ മേൽക്കൂരകൾ ചോർന്നൊലിക്കുകയാണ്. ഭിത്തികൾ പൊട്ടിപ്പൊളിഞ്ഞ് വിള്ളൽ വീണു. കെട്ടിടങ്ങളുടെ അടിത്തറയും ദുർബലമാണ്. ഇതിനൊക്കെ പുറമെ ശുചിമുറികളും തകർന്നു. മലിനജലം പരന്നൊഴുകുന്നുണ്ട്. 1 വർഷം ഗ്രൗണ്ടിൽ താമസിച്ച് 5 വർഷം, ഇതിപ്പോൾ 15 വർഷമായി ഇവർ ഇവിടെ വന്നിട്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം മാത്രം 50,000 രൂപ വീതം വീട്ടുകാർ കൊടുത്തിട്ടുള്ളത്. ഇത് സാധാരണ നമുക്കറിയാം, കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെ ഫ്ലാറ്റ് കെട്ടി കൊടുക്കുന്നവർക്കല്ല വീട് വെച്ച് കൊടുക്കുന്നവർക്ക് അതിൻ്റെ എന്തെങ്കിലും ഫാൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ തന്നെ വീണ്ടും അത് പണിഞ്ഞു കൊടുക്കണമെന്നാണ് ഉള്ള ഉത്തരവ്. അത് ഒരു നിയമം ലംഘിച്ചുകൊണ്ടുള്ള കാര്യമാണ് ഇപ്പം ചെയ്യുന്നത്. ഇപ്പം സർക്കാർ പറഞ്ഞ കണക്കോലെ അവരുടെ അടുത്ത് പൈസ ഇല്ല. ഈ ജനങ്ങൾ എവിടെ പോകും? ഇവിടാണ്ട് വീടൊക്കെ ഇടിഞ്ഞ് എല്ലാം പിളർന്ന് കിടക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ താമസിച്ചിരുന്ന സെബാസ്റ്റ്യന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരുന്നു. കഴിഞ്ഞ വർഷവും 12ഓളം അംഗങ്ങൾ കഴിഞ്ഞിരുന്ന വീട്ടിലെ മേൽക്കൂര അടർന്നു വീണു. സമാന സംഭവം പലവട്ടം ആവർത്തിച്ചു. പലവട്ടം താമസക്കാർ അധികൃതരെ സമീപിച്ചു. സഹായം ഉണ്ടായില്ല. കാലപ്പഴക്കത്താലുള്ള തകർച്ചയ്ക്ക് പ്രകൃതിക്ഷോഭം, ദുരിതാശ്വാസ സഹായങ്ങൾ തുടങ്ങിയവ ലഭ്യമാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി താമസക്കാർ പറയുന്നത്. 14 വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് വീടുകളുടെ മെയിന്റനൻസിനായി തുക അനുവദിച്ചത്. ഓരോ തവണ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും ആധിയാണ് ഇവിടത്തുകാർക്ക്. അപകടങ്ങൾ പതിവാകുമ്പോഴും വാടക വീട്ടിലേക്ക് അടക്കം മാറാനുള്ള സാമ്പത്തിക സ്ഥിതിയും ഇവർക്കില്ല. ന്യൂസ് 18 അഞ്ചുതെങ്ങ്. ദേശീയപാത വികസന പ്രവർത്തികളുടെ ഭാഗമായി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നതിനിടെ വീടിന് വിള്ളൽ വീണ സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി വയോധിക. മലപ്പുറം കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് സ്വദേശി പൂക്കോട് ആമിനെയാണ് തന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ആർ വിനോദിന് പരാതി നൽകിയത്. നാട്ടുകാരും മറ്റും ചേർന്ന് നിർമ്മിച്ചു നൽകിയ വീടാണ് ആമിനയുടേത്. ഈ വീടിനാണ് ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നതിനിടെ വിള്ളൽ വീണത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപം നിർമ്മിക്കുന്ന സർവീസ് റോഡിനു വേണ്ടി പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നത് മൂലം വീടിന് വലിയ രീതിയിലാണ് വിള്ളൽ സംഭവിച്ചത്. ഇതുമൂലം ഏത് സമയത്തും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഇനിയും പാറ പൊട്ടിക്കുന്നത് നിർത്തലാക്കണമെന്നും തന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് വയോധികയായ ആമിന ജില്ലാ കളക്ടറെ സമീപിച്ചത്. തന്റെ വീടിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ആമിന ആവശ്യപ്പെട്ടു. ഞങ്ങളിവിടെ ഒരു 1.5 വർഷമായിട്ടുള്ളൂ വീട് വെച്ചിട്ട്. അപ്പോൾ വീടിന് നല്ലോണം പൊട്ടൽ വന്നിട്ടുണ്ട്. ചുമരിന് അവിടെ നേർക്കും നേരെയാണ് പാറ. അപ്പോൾ അവിടെ പൊട്ടിച്ചതുകൊണ്ട് ഇത് തരിച്ചിട്ട് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കലക്ടർക്കൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിന് അനുവദിക്കൂല, ഇത് സമ്മതിക്കൂല. അതന്നെ, ഇനി ഇല്ലാതിരിക്കണം. കഴിഞ്ഞ ദിവസം ആമിനയെയും കുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കി പാറ പൊട്ടിക്കാൻ KNRC അധികൃതർ ശ്രമിച്ചത് തടഞ്ഞിരുന്നു. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി വൻതോതിലാണ് പ്രദേശത്ത് പാറ പൊട്ടിക്കുന്നത്. ആമിനയുടെ വീട്ടിൽ കുറ്റിപ്പുറം CI നൌഫലിന്റെ നേതൃത്വത്തിൽ KNRC കമ്പനി അധികൃതരുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധനയിൽ വീടിനുണ്ടായ വിള്ളലിന്റെ ആഘാതം ബോധ്യപ്പെടുകയും KNRC അധികൃതരോട് പാറ പൊട്ടിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. മെയ് 21-നാണ് ചാമ്പ്യൻഷിപ്പ്. മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പ്രകാശനം നിർവഹിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയൻ ആദ്യമായാണ് മാധ്യമ പ്രവർത്തകർക്കുള്ള വടംവലി സംഘടിപ്പിക്കുന്നത്. ഇതിനൊപ്പം പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചു. ഉത്തരമേഖല വടംവലിയുമുണ്ടാകും. മുങ്ങി മരണങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ മുക്കം അഗ്നിരക്ഷാസേനയും JCI കാരശ്ശേരിയും സംയുക്തമായി ത്രിദിന നീന്തൽ പരിശീലനം ആരംഭിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. മുക്കം അഗ്നിരക്ഷാ
അഗ്നിരക്ഷാസേനയും JCI കാരശ്ശേരിയും സംയുക്തമായാണ് തിരുവമ്പാടി ക്യൂവേറ്റ് ഹിൽസ് സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിൽ 3 ദിവസങ്ങളിലായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് 3 ദിവസത്തെ ട്രെയിനിംഗ് നൽകുന്നത്. മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റന ഫാത്തിമയുടെ നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ട്രെയിനർ ഗോഡ്സൺ ആണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി നിയോജക മണ്ഡലം MLA ലിൻഡോ ജോസഫ് നിർവഹിച്ചു. മുങ്ങിമരണങ്ങൾ തുടർക്കഥയാകുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രക്ഷിതാക്കളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. 3 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം തുടർന്നും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും JCI കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് പറഞ്ഞു. സ്വിമ്മിംഗ് പൂളിലാകട്ടെ അല്ല മറ്റ് സാഹചര്യങ്ങളിലാവട്ടെ മുങ്ങി മരണങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് JCI കാരശ്ശേരിയും മുക്കം ഫയർഫോഴ്സും ഒരു കൂടിയാലോചന നടത്തുകയും ആ കൂടിയാലോചനയിൽ നിന്ന് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം നീന്തൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് JCI കാരശ്ശേരിയും മുക്കം ഫയർഫോഴ്സും സംയുക്തമായിട്ട് ഈ ഒരു നീന്തൽ പരിശീലനത്തിന് തയ്യാറായിട്ടുള്ളത്. മുക്കം അഗ്നിരക്ഷാ നിലയത്തിന്റെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ ഗഫൂർ ജലാശയ അപകടങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റും നൽകും. JCI കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് ചടങ്ങിൽ അധ്യക്ഷനായി. മുക്കം ഫയർ ഓഫീസർ അബ്ദുൾ ഗഫൂർ, നീന്തൽ പരിശീലകൻ ഗോഡ്സൺ പുലൂരാംപാറ, JCI സെക്രട്ടറി ഹാഫിസ് റാഹത്ത്, പ്രോഗ്രാം ഡയറക്ടർ റിഷ്ന ഷബീർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് 18 മുക്കം. കോതമംഗലത്ത് കുട്ടികൾക്കായി നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫയർഫോഴ്സ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. കരിങ്ങഴ തടയണയിലായിരുന്നു പരിശീലനം. വിവിധ പ്രായത്തിലുള്ള 150ഓളം കുട്ടികൾ പങ്കെടുത്തു. ഫയർഫോഴ്സിലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകിയത്. കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചതിനൊപ്പം ജലാശയങ്ങളിൽ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താമെന്ന ക്ലാസും ഡെമോൺസ്ട്രേഷനും നടത്തി. സുരക്ഷാ നിയമങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരുന്നു പരിശീലനം. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കുട്ടികൾക്ക് അപകടരഹിതമായി നീന്തൽ പഠിക്കാനും ജലസുരക്ഷയെക്കുറിച്ച് അവബോധം നേടാനും പരിശീലനം സഹായിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്തും നമ്മുടെ ഫയർഫോഴ്സ് റെസ്ക്യൂ ടീമുമായി നടന്ന ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തി. അതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടി. കാരണം നമ്മുടെ പിണ്ടിമന പഞ്ചായത്തിനെ അതിനെ സംബന്ധിച്ച് പ്രത്യേകം അഭിനന്ദിക്കാൻ തോന്നുന്നു. കാരണം പാലക്കാട് ഈ കഴിഞ്ഞ ദിവസം 3 കുഞ്ഞുമക്കൾ മുങ്ങിനിറം മരണം സംഭവിച്ചു. ഒരുപക്ഷെ അവിടെ ഇങ്ങനെ ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ മരണം സംഭവിക്കില്ലായിരുന്നു. അതിന് പ്രത്യേകം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോടും പ്രത്യേകം നമ്മുടെ കേരള ഫയർഫോഴ്സ് ടീമിനോടും നന്ദി പറയുന്നു. ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ കുട്ടികൾക്കും സന്തോഷം. എൻ്റെ ഈ അവധിക്കാലത്ത് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ് എനിക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സിനോടും ടീച്ചർമാരോടൊക്കെ പറയാൻ സാധിക്കും ഞാൻ വെക്കേഷന് നീന്തൽ പഠിച്ചു എന്ന്. സുരക്ഷ മാത്രമല്ല, വ്യക്തിത്വ വികസനവും ഇതിലൂടെ സാധ്യമാക്കാമെന്ന് ഫയർഫോഴ്സ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽകുമാർ. കുട്ടികൾക്കൊരു എൻജോയ്മെന്റ്, ഇവിടെ വന്ന കുട്ടികളെ നമ്മൾ വെറുതെ ഒരു നീന്തൽ പരിശീലനം മാത്രമല്ല, എങ്ങനെ വെള്ളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെ അവർക്ക് സാധ്യമാവും, എങ്ങനെ അപകടത്തിൽപ്പെട്ട അവരെ എങ്ങനെ രക്ഷപ്പെടാം, സ്വയം രക്ഷപ്പെടാം, മറ്റാരെങ്കിലും അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെ പറ്റി ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അതിന്റെ ഒരു മോക്ക് ഡ്രില്ലും ഡെമോൺസ്ട്രേഷനും എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. കരിങ്ങഴ തടയണയിൽ നടന്ന നീന്തൽ പരിശീലനത്തിന്റെ ഫൈനൽ ടെസ്റ്റ് പരിപാടിയിൽ പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ജില്ലാ ഫയർ ഓഫീസർ K ഹരികുമാർ, സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോതമംഗലം. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഇനി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ ജോലി ചെയ്യുവാൻ കഴിയില്ല. ലഹരിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ഇതിന്റെ ഭാഗമായാണ് ലഹരി ഉപയോഗിക്കുന്നവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താൻ അസോസിയേഷൻ തീരുമാനിച്ചത്. ജീവനക്കാരെ മാത്രമല്ല, ഹോട്ടൽ, റെസ്റ്റോറന്റ്, ലോഡ്ജ്, ബേക്കറികളിൽ വരുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ഒപ്പം സ്ഥാപനങ്ങളിലെ ജോലിക്കാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. യാതൊരു കാരണവശാലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ ജോലിയിൽ തുടരുവാൻ അനുവദിക്കരുത് എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ തീരുമാനം. പ്രധാനമായിട്ടും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരാളിനെ പോലും ജീവനക്കാരായി നിയമിക്കില്ല. അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടും. രണ്ടാമതായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റുകളിൽ
റൂം എടുക്കുന്നവർ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വന്നത് ഇവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഈ ഞങ്ങളുടെ ഹോട്ടലുകളിൽ താമസത്തിനെത്തുന്നവർ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെടുന്നോ അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെടുന്നോ എന്ന് ശ്രദ്ധിച്ച് അവരെ നിരീക്ഷിക്കുകയും അതിൻ്റെ വേണ്ട നിർദ്ദേശം പോലീസിലേക്ക് സമർപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളുമായിട്ട് ലഹരിക്കെതിരെ ശക്തമായ ഒരു ക്യാമ്പയിനുമായിട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഉണരട്ടെ കേരളം ഒടുങ്ങട്ടെ ലഹരി എന്ന സന്ദേശവുമായി പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചു. ഇതിനൊപ്പം സ്ഥാപനങ്ങളിൽ മയക്കുമരുന്ന് വിരുദ്ധ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. ലഹരി വിരുദ്ധ സ്ക്വാഡുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തും. ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നും വിപണനം ചെയ്യുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുകയും സ്ഥാപനവും പരിസരവും CCTV നിരീക്ഷണത്തിലാക്കുകയും ചെയ്യും. മയക്കുമരുന്നിന്റെ ഉറവിടവും ഉപയോഗവും വിപണനവും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ പോലീസിലോ എക്സൈസിലോ അറിയിക്കാനും അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കായംകുളം. കാസർഗോഡ് തൃക്കരിപ്പൂർ ഇളമ്പച്ചിയിൽ നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് നാടിന് സമർപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് 24 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് പൂർത്തീകരിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ 14 ലക്ഷവുമാണ് പാർക്കിങ്ങിനായി അനുവദിച്ചത്. 29 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരുന്നത് എങ്കിലും 5 ലക്ഷത്തോളം രൂപ കുറവിൽ പാർക്ക് പൂർത്തിയാക്കാനായി. വിവിധ സ്ലൈഡുകൾ, റൊട്ടേറ്ററുകൾ, മേരി ഗോ റൗണ്ട്, സ്പ്രിംഗ് ഹോഴ്സസ്, സീസോ, ജംഗിൾ ജിം, ബെഞ്ചുകൾ, ഊഞ്ഞാലുകൾ തുടങ്ങിയവയാണ് പാർക്കിൽ സജ്ജീകരിച്ചത്. പാർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ റിവിഷനിലും അവർ പണി തുടങ്ങുന്നില്ലെങ്കിൽ ഞങ്ങളത് മാറ്റിയിട്ട് മറ്റേതെങ്കിലും മേഖലയ്ക്ക് കൊടുക്കേണ്ട രീതിയാണ്. കാരണം നമുക്കിപ്പോൾ സമയബന്ധിതമായി കഴിഞ്ഞ വർഷം നമ്മൾ 98% തുക ചെലവഴിച്ചു. ഇതൊക്കെ തന്നെ മരുന്ന് പണിക്കാനും മറ്റൊക്കെ തന്നെ ഫണ്ട് ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ്. കാരണം ഇങ്ങനെ ഓരോ പഞ്ചായത്തുകളുമായി വെച്ച 69 പ്രോജക്റ്റുകളാണ്. നമുക്കൊരു 6 കോടിയോളം രൂപയുടെ പദ്ധതികൾ ഇതേപോലെ വെച്ച പദ്ധതികൾ, സംയുക്ത പദ്ധതികളുണ്ട്. പഞ്ചായത്തുകൾ തീർത്തില്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന് സമയബന്ധിതമായി വർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു സ്ഥിതി വരുന്നു. രണ്ടാം ഘട്ടമായി കോഫി ഷോപ്പ്, ചിൽഡ്രൻസ് ടോയ്ലറ്റ്, LED ലൈറ്റുകൾ, കൂടുതൽ ഇരിപ്പിടങ്ങൾ എന്നിവയും ഒരുക്കും. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷവും രണ്ടാം ഘട്ട പ്രവൃത്തിക്ക് നീക്കിവെച്ചിട്ടുണ്ട്. മാതൃ കമ്മിറ്റികൾ രൂപീകരിച്ച് പാർക്കിന്റെ പരിപാലന ചുമതല ഏൽപ്പിക്കാനാണ് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. കോഫി ഷോപ്പ്, കുടുംബശ്രീ യൂണിറ്റുകളെയും ഏൽപ്പിക്കും. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കായംകുളം പത്തിയൂർ പാലം പുനർനിർമ്മിക്കുന്നതിന് മുന്നോടിയായി നിലവിലെ പാലം പൊളിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതേസമയം പുനർനിർമ്മാണം കഴിയുന്നതുവരെ പാലത്തിന് സമാന്തരമായി താൽക്കാലിക പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭഗവതിപ്പടി കരിയിലക്കുളങ്ങര മല്ലിക്കാട് കടവ് റോഡിന്റെ പുനർനിർമ്മാണം. ഇതിനോട് അനുബന്ധമായി പത്തിയൂർ പാലം നിർമ്മാണവും ഉൾപ്പെട്ടിരുന്നു. പദ്ധതിക്കായി 20,24 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ഡിസൈൻ ലഭ്യമാക്കുന്നതിലും യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിലുമുള്ള കാലതാമസം പാലം നിർമ്മാണം വൈകാൻ കാരണമായി. തുടർന്ന് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ശേഷം പാലം നിർമ്മാണത്തിനായി 2.78 കോടി രൂപ സാങ്കേതിക അനുമതി നൽകി പുതിയ കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. പാലം പൊളിക്കുന്നതോടെ 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി യാത്ര ചെയ്യേണ്ടി വരും. അതിനാൽ പാലം പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് യാത്ര ചെയ്യാൻ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വികസനം എപ്പോഴും നല്ല കാര്യമാണ്, അതിന് നമ്മുടെ ജനങ്ങളാരും അതിനെതിരല്ല. പക്ഷേ ഈ പാലം പൊളിക്കുന്നതിന് വരുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പഞ്ചായത്തിന്റെ ഒരു വിഭാഗം ആൾക്കാർ ഇതിന്റെ കൈവശം താമസിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിനു വേണ്ടിയും നമ്മുടെ പത്തിയൂർ പഞ്ചായത്തായാലും അമ്പലമായാലും സ്കൂളായാലും ഹെൽത്ത് സെന്റർ ആണെങ്കിലും മൃഗാശുപത്രി ആണെങ്കിലും ആയുർവേദ ഹോസ്പിറ്റൽ ആണെങ്കിലും എല്ലാ അനുബന്ധമായിട്ട് ഈ ജനങ്ങൾ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഒരു പാലം പൊളിച്ചാൽ നിർമ്മിക്കാൻ ഏറ്റവും കുറഞ്ഞത് 8 മാസമെങ്കിലും എടുക്കും. ആ 8 മാസക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാം. 20 ദിവസം കഴിഞ്ഞാൽ സ്കൂള് തുറക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി നേരിടും. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. പാലത്തിന് 27 മീറ്റർ നീളമുണ്ട്. പാലം പൊളിക്കുന്നതിന് മുന്നോടിയായി ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. കരിയിലക്കുളങ്ങര ഭാഗത്തു നിന്ന് ഭഗവതിപ്പടി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ വഴി തിരിച്ചുവിടും. ന്യൂസ് 18 കായംകുളം. ആറ്റിങ്ങലിൽ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ അവനവഞ്ചേരി ശാന്തിനഗർ സ്വദേശി ആലി മുഹമ്മദാണ് മരിച്ചത്. അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആലിഫ്. കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിലെ അഞ്ചുതെങ്ങിൻമൂട് പാലത്തിന്റെ കലിങ്ക് അപകടാവസ്ഥയിൽ. PWDക്ക് പരാതി നൽകിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി.
കാട്ടാക്കട നെയ്യാറ്റിങ്ങര റോഡിലെ അഞ്ചുതെങ്ങിൻമൂട് പാലത്തിന്റെ കലിങ്കാണ് തകർന്ന് അപകടാവസ്ഥയിൽ കാണുന്നത്. കാട്ടാക്കട കൊളുത്തുമ്മൽ സ്കൂളിലേക്കും കോളേജിലേക്കുള്ള നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയായും അല്ലാതെയും ആശ്രയിക്കുന്ന വഴിയാണ് ഇവിടം. കലുങ്കി ഇളകി മാറി നിൽക്കുന്ന അവസ്ഥ കാരണം ഇവിടെ വാഹനാപകടങ്ങൾ ഉൾപ്പെടെ പതിവാവുകയാണ്. 2022 മലവെള്ളപ്പാച്ചിലിൽ കലുങ്ക് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ നിരവധി തവണ PWDക്ക് പരാതി നൽകിയെങ്കിലും കാലവർഷം അടുത്തതോടെ ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. കാരശ്ശേരി പഞ്ചായത്തിൽ കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച 2 റോഡുകൾ ഉദ്ഘാടനം ചെയ്തു. വല്ലത്തായിപ്പാറ പ്ലീച്ചംപൊയിൽ പെരുംകൊല്ലൻകണ്ടി റോഡും പീച്ചംപൊയിൽ റോഡുമാണ് ഉദ്ഘാടനം ചെയ്തത്. 5 ലക്ഷം രൂപ ചിലവഴിച്ച് 265 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരി പഞ്ചായത്തിലെ വല്ലത്തായിപ്പാറ പീച്ചംപൊയിലെ പെരുംകൊല്ലക്കണ്ടി റോഡാണ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ പ്രദേശത്തെ 10ഓളം വീട്ടുകാരുടെ ഏറെ നാളത്തെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. അപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഇതുപോലൊക്കെയുള്ള റോഡ് മെല്ലെ മെല്ലെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ റോഡില്ലാത്തടത്ത് റോഡ്, മറ്റ് ഫുട്പാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. മെല്ലെ മെല്ലെ ആ ഒരു സ്ഥിതിയിൽ നിന്നും മാറി അത്യാവശ്യം വണ്ടി വരാവുന്ന, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ നമുക്ക് വണ്ടിയൊക്കെ എത്തിച്ചേരാവുന്ന രീതിയിലേക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം തൊട്ടടുത്ത പ്രദേശമായ പീച്ചാംപൊയിലെ കാരശ്ശേരി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാജിത മൂത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ കെ നൌഷാദ്, KP ഷാജ, MR സുകുമാരൻ, ശ്രുതി കമ്പളത്ത്, ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് 18 മുക്കം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.